തുടർന്ന് ഗുരുദേവൻ പറയുന്നു, നമ്മളൊക്കെ കൂരിരുട്ടിലാണ്. കൂരിരുട്ടിൽ, അജ്ഞതയിൽ. സത്യം ഉറപ്പുവരാത്തവരൊക്കെ അജ്ഞതയിലാണ്, കൂരിരുട്ടിൽ. നമുക്കൊന്നും ഇപ്പോൾ ആ ദുസ്ഥിതിയില്ല. നമുക്കൊക്കെ സത്യം ഉറപ്പ് വന്നിട്ടുണ്ട്. എന്താ? ബോധം. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം, അതാണ് സത്യം. നമ്മളൊക്കെ അത് തന്നെയാണ്. ബാക്കി പലതായി തോന്നുന്നത് വെറും ഭ്രമം. കൂരിരുട്ടിൽ നിന്നുകൊണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ ആര്, നീ ആര് എന്നൊക്കെ. എങ്ങനെ ഉത്തരം? ഒരു പിടിയും ഇല്ലാത്തയാൾ എങ്ങനെ ഉത്തരം പറയും? അടുത്ത ശ്ലോകം അതാണ്, 10. ഇരുളിലിരിപ്പവൻ ആരു ചൊൽക നീ എന്ന് ഒരുവൻ ഉരപ്പതു കേട്ടു താനുമേവം അറിവതിനായ അവനോടു നീയും ആരെന്നരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും. ഇരുളിലിരിപ്പവൻ ആരു ചൊൽക നീ. അജ്ഞതയിൽ മുങ്ങിയിരിക്കുന്ന ഒരാൾ വേറൊരാളോട് ചോദിക്കുകയാണ്, നീ ആര്? നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളൊക്കെ ഈ ആരെന്ന് ചോദിക്കുന്നത് ദേഹത്തെ ആസ്പദമാക്കിയാണ്. നിന്റെ പേരെന്ത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഈ സത്യം അറിയുന്നത് വരെ ആർക്കും ഒരു പിടിയുമില്ല. ഈ സത്യം അറിയുന്നതുവരെ ചൊവ്വായിൽ പോകുന്ന ശാസ്ത്രജ്ഞൻ പോലും കൂരിരുട്ടിലാണ്. കൂരിരുട്ടിൽ. എന്താണ് ചൊവ്വ? എന്തിന് ചൊവ്വ? ഞാൻ എന്തിനു പോകുന്നു? ഞാൻ ആര്? ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇല്ല. ഞാനെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്, ബ്രഹ്മമാണ്. ഞാൻ ജനിച്ചില്ല, ഞാൻ ജീർണിക്കുന്നില്ല, ഞാൻ മരിക്കുകയുമില്ല. ഇനിയിപ്പോ എന്താ സംശയം? അല്ല, അത് ഈ ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞാൽ അനുഭവിക്കണ്ടേ സാർ? അനുഭവിക്കണം. അതിനെന്താ ഇവിടെ തടസ്സം? ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് സദാ ഉണ്ട് 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 എന്നനുഭവിച്ചുകൊണ്ടൊരു ഞാൻ നമ്മുടെയൊക്കെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്നു.